5 തലമുറകളായി നിങ്ങൾക്കൊപ്പം PRS ഹോസ്പിറ്റൽ. ഞാൻ ഈ സംസാരിക്കുമ്പോൾ പുറത്ത് നല്ല മഴ പെയ്യുകയാണ്. പക്ഷേ ഇതിന് സമാനമായി പുല്ലാട് എന്ന് പറയുന്ന പത്തനംതിട്ട ജില്ലയിലെ പുല്ലാട് ഗ്രാമത്തിൽ അതീവ ഗുരുതരമായ അതീവ ദുഃഖകരമായ ദുഃഖമഴ ഇന്നലെ ഉച്ച മുതൽ പെയ്തു കൊണ്ടിരിക്കുകയാണ്. ആ ഗ്രാമത്തിലെ പത്തനംതിട്ടയിലെ പുല്ലാട് എന്ന് പറയുന്ന ഗ്രാമത്തിലെ ഒരു പെൺകുട്ടി രഞ്ജിത എന്ന് പറയുന്ന ഒരു പെൺകുട്ടി വലിയ മോഹങ്ങളുമായി ജീവിച്ചു. ആ പെൺകുട്ടി ആ സ്ത്രീ വനിതയാണെങ്കിൽ 40 വയസ്സുണ്ട്. അവരാണെങ്കിൽ രഞ്ജിത ഗോപകുമാരൻ നായർ. അവരാണെങ്കിൽ പിന്നെ നഴ്സായിരുന്നു, ഇവിടെ നഴ്സായിരുന്നു, ഒമാനിൽ നഴ്സായി ജോലി ചെയ്തു. അത് കഴിഞ്ഞ് കേരളത്തിൽ വന്ന് PSC ടെസ്റ്റ് എഴുതി കോഴഞ്ചേരി ആശുപത്രിയിൽ നഴ്സായി. എന്നാലും ഒമാനിൽ ഇരുന്നൊരു അനുഭവ സമ്പത്ത് വെച്ച് UK ഒരു ചാൻസ് കിട്ടിയപ്പോൾ ലണ്ടനിൽ പോയി കുറച്ച് ദിവസം ജോലി ചെയ്ത് കുറച്ച് പണം സമ്പാദിച്ചുകൊണ്ട് തൻ്റെ മക്കൾക്കും പിന്നെ അവരുടെ കുടുംബത്തിനുമൊക്കെ ഒരു നല്ല വീടൊക്കെ വെക്കാമെന്നുള്ള സ്വപ്നത്തോടു കൂടിയാണ് ലണ്ടനിലേക്ക് പോകാൻ തീരുമാനിച്ചത്. അങ്ങനെ പത്തനംതിട്ടയിൽ നിന്ന് ചെങ്ങന്നൂർ എത്തുന്നു, ചെങ്ങന്നൂരിൽ നിന്ന് ട്രെയിനിൽ നെടുമ്പാശ്ശേരിയിൽ എത്തുന്നു, നെടുമ്പാശ്ശേരിയിൽ നിന്ന് ഫ്ലൈറ്റിൽ കയറി ചെന്നൈയിലെത്തുന്നു, ചെന്നൈയിൽ നിന്ന് അഹമ്മദാബാദിൽ എത്തുന്നു, അഹമ്മദാബാദിൽ നിന്ന് ലണ്ടനിലേക്ക് പോകാൻ കയറിയ രഞ്ജിത ഇന്ന് വലിയ ദുഃഖിതയായി വീട്ടിൽ നിൽക്കുന്നു. ഇന്ദു ചൂടൻ എന്ന് പറയുന്ന 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുഞ്ഞും ഇതിക എന്ന് പറയുന്ന 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുഞ്ഞിനും ഇനി അമ്മ എന്ന് പറയുന്നത് ഒരു വലിയ സ്വപ്നമായി മാത്രം അവശേഷിക്കുകയാണ്. എന്താണ് നമുക്ക് ചെയ്യാൻ കഴിയുക? നമ്മുടെ മരണം എന്ന് പറയുന്ന കോമാളി രംഗബോധമില്ലാതെ കടന്നു വന്നിട്ട് നമ്മുടെ ആരോഗ്യമാണ് എപ്പോഴൊക്കെയാണ് എവിടെ വെച്ചൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് കൊണ്ടുപോകുന്നത് നമുക്കറിയില്ല. കാലന്റെ ഡിക്ഷണറിയിലെ ഏതേത് കണക്കുകളാണ് എപ്പോഴാണ് എടുക്കുകയെന്ന് ആർക്കറിയാം? യാതൊരു തെറ്റും ചെയ്യാതെ ഈ ഭൂമിയിൽ ജനിച്ചു വന്ന് സുന്ദരമായി മക്കളും കുടുംബവുമായിട്ടൊക്കെ ജീവിക്കുന്ന ഒരു പെൺകുട്ടിയെയാണ് കൊണ്ടുപോയത്. 290ഓളം ആളുകൾ മരിച്ചു എന്ന് പറയപ്പെടുന്ന 240ഓളം ആളുകൾ ഫ്ലൈറ്റിന്റെ പിന്നെ 232 യാത്രക്കാരും ബാക്കി 240ഓളം ആളുകൾ തന്നെ ഫ്ലൈറ്റിൽ നേരിട്ടുണ്ടായിരുന്നു. പിന്നെ ഫ്ലൈറ്റ് വീണതിന്റെ ഫലമായി അവിടെ കെട്ടിടത്തിന്റെ മുകളിൽ വീണപ്പോൾ അവിടെ ഉണ്ടായിരുന്ന കുറച്ച് പേര് മരിച്ചു. മരണസംഖ്യ 290 300നോട് അടുക്കുമ്പോൾ അതിലൊരു മലയാളി പെൺകുട്ടി കൂടി ഉണ്ട് എന്ന് പറയുന്നത് നമുക്ക് ഏറെ ദുഃഖം നൽകുന്ന കാര്യമാണ്. പത്തനംതിട്ടയിൽ ഇതിനു മുന്നേ നവീൻ ബാബുവിന്റെ കണ്ണൂരിലെ ADC ആയിരുന്ന RDO ആയിരുന്ന നവീൻ ബാബു ഇതുപോലെ തന്നെ അവിടെ ആത്മഹത്യ ചെയ്തു. വലിയ പ്രശ്നമായി. അദ്ദേഹത്തിന്റെ മരണം ആത്മഹത്യയാണെന്നുള്ള നിലയിലൊക്കെ വന്ന് വലിയ വിഷയമായത്. അങ്ങനെ പത്തനംതിട്ടക്കാർ ദുഃഖിച്ചിരിക്കുമ്പോഴാണ് ഇപ്പൊ കോന്നി ഭാഗത്താണ് അത് നടന്നത്, മലയാളപ്പുഴ ഭാഗത്താണ് അത് നടന്നപ്പോൾ ഇപ്പോൾ പുല്ലാട് എന്ന് പറയുന്ന സ്ഥലത്ത് പുതിയ ദുഃഖത്തിന്റെ രൂപത്തിൽ വന്നിരിക്കുകയാണ്. അവർ ലണ്ടനിലെ NHS പോവുകയാണ്. ഇനി അതിനേക്കാൾ ഏറെ ദുഃഖകരമായ കാര്യം, ഞാനിത് സംസാരിക്കുന്ന ജൂൺ മാസമാണ്. ജൂലൈ, ആഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ കറക്റ്റ് 4 മാസം കഴിയുമ്പോൾ ആ സ്ത്രീ ആ വനിത നാട്ടിലെത്തുകയും പണിതുകൊണ്ടിരിക്കുന്ന 75% വീടിന്റെ പണി പൂർത്തിയാക്കുകയും ആ വീട്ടിൽ കയറി മക്കളും കുടുംബവുമായി താമസിക്കാൻ കഴിയുന്ന ഒരു മാനസികാവസ്ഥയിൽ എത്തി നിൽക്കുന്ന ഒരാളെയാണ് ഈ മരണം കൊണ്ടുപോയത്. അപ്പോൾ മരണത്തിന്റെ നിഘണ്ടുവിൽ ആരെയാണ് എപ്പോഴാണ് എവിടെയാണ് എഴുതി വച്ചിരിക്കുന്നതെന്ന് അറിയാൻ കഴിയില്ല. മനുഷ്യ ജീവിതത്തിലെ ഏറ്റവും പരിതാപകരമായ പ്രശ്നമാണല്ലോ. ജനിക്കുന്ന അന്ന് മുതൽ നിഴൽ പോലെ കൊണ്ടു നടക്കുന്നതാണ് മരണം. ഏത് നിമിഷത്തിലും അമ്മയുടെ ഉദരത്തിൽ ഉദയമെടുക്കുന്ന ആദ്യത്തെ ഭ്രൂണത്തിന്റെ ഉദയമെടുക്കൽ മുതൽ പുറത്തു വന്ന് മരിക്കുന്നത് വരെയുള്ള എല്ലാ സമയത്തും നിഴൽ പോലെ കൊണ്ടു നടക്കുന്ന, മാറ്റാൻ കഴിയാത്ത, എപ്പോഴും നമ്മളോടൊപ്പം നിൽക്കുന്നതാണ് മരണം. അങ്ങനെ ആ അതുള്ളത് കൊണ്ടായിരിക്കാം ഒരുപക്ഷെ മനുഷ്യർ ഇത്രയും കുറച്ചെങ്കിലും അഹങ്കാരം കുറച്ചു വയ്ക്കുന്നത്. ദൈവത്തിൽ വിശ്വാസികളെ സംബന്ധിച്ചുള്ള ദൈവവും അല്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം ശാസ്ത്രവും ഒക്കെ മനുഷ്യൻ ഇങ്ങനെ മരണം എന്ന് പറയുന്ന നശിക്കലെന്ന് ഉണ്ടായാൽ നശിച്ചേ കഴിയൂ, മാറിയേ കഴിയൂ എന്ന് പറയുന്ന പുതിയൊരു സിദ്ധാന്തം മാനവരാശിക്ക് കൊടുത്തത്, എല്ലാ ജീവജാലങ്ങൾക്ക് കൊടുത്തത് അനവസരത്തിൽ കയറി വരുമ്പോൾ, ഒരു നാടിനെ ദുഃഖത്തിലാക്കുമ്പോൾ, ഒരു ഗ്രാമത്തെ ദുഃഖത്തിലാക്കുമ്പോൾ, മക്കളെ, കുടുംബത്തെ, ഭർത്താവിനെ, നാട്ടുകാരെ, ബന്ധുമിത്രാദികളെ എല്ലാവരെയും ദുഃഖത്തിലാഴ്ത്തുമ്പോൾ അതൊരു വല്ലാത്ത ദുഃഖമാണ്. മരണമേ, നീ എന്താണ് ഇങ്ങനെ എന്ന് ചോദിക്കേണ്ടി വരുന്നു. ചില സമയത്തെങ്കിലും രംഗബോധമില്ലാതെ കടന്നു വരുന്ന കോമാളിയാണ് മരണമെന്ന് പറയേണ്ടി വരും. എന്നാലും മരണമെന്ന യാഥാർത്ഥ്യം നാം അംഗീകരിച്ചല്ലയോ കഴിയൂ. ജീവനുള്ളിടത്തോളം കാലം മരണവും ഇരട്ട സഹോദരനെ പോലെ, സഹോദരിയെ പോലെ, അല്ലെങ്കിൽ നിഴൽ പോലെ കൂടെയുണ്ടാവും.